കെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തേതും പോലെ ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ്. എപ്പോഴും ഞാൻ താമരയുടെ ട്യൂബേഴ്സാണ് സെയിലിനായിട്ട് കൊണ്ടുവരാറുള്ളതെങ്കിലും ഇന്ന് ഞാൻ ആമ്പലുകളാണ്, വിവിധ തരം ആമ്പലുകളാണ് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ട്യൂബേഴ്സ് എങ്ങനെ എടുക്കാം, താമരയുടെ ട്യൂബേഴ്സ് എപ്പോൾ എടുക്കണം, എങ്ങനെ എടുക്കണം, എത്ര അളവിൽ കട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പലരും ചോദിച്ച് വരാറുണ്ട്, ട്യൂബേഴ്സ് എടുക്കുന്ന ഒരു വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ട്. സമയക്കുറവ് കൊണ്ടാണ് ഇടാൻ പറ്റാതിരുന്നത്. ഇന്ന് അതിൻ്റെ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും എല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലെ ആമ്പലുകളൊക്കെ ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഏതൊക്കെ ആമ്പലുകളാണ് എന്ന് വീഡിയോ മുഴുവനായ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. നമുക്ക് താമരയുടെ ട്യൂബേഴ്സ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നമുക്ക് കാണാം. താമര ടബ് ഇങ്ങനെ ഇലയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് താമരയുടെ ട്യൂബേഴ്സ് എടുക്കാനായി എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ കമഴ്ത്തിയിട്ടാൽ മതി. ഞാൻ വേറൊരു ടബിലേക്കാണ് കമഴ്ത്തിയിട്ടിരിക്കുന്നത്. ഞാൻ ചെറിയൊരു പോട്ടിലാണ് നട്ടിരിക്കുന്നത്, അതുകൊണ്ട് വലിയൊരു പോട്ടിലേക്ക് ഇത് കമഴ്ത്തിയിട്ടിട്ട് നമുക്ക് പൈപ്പിൽ വെള്ളം അടിച്ച് ഇതേപോലെ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ മണ്ണൊക്കെ ഊർന്നു പോയി നമുക്ക് താമര വളയം എടുക്കാൻ പറ്റും. മണ്ണ് മുഴുവനായി പോയി കഴിഞ്ഞാൽ നമുക്ക് താമര വളയം പതുക്കെ എടുത്ത് പുറത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ട്യൂബർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഹെൽത്തി ട്യൂബർ ആണെങ്കിൽ ഒരു ഗ്രോ ടിപ്പ് മതി നമുക്ക് മുളക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സെയിൽ ചെയ്യുന്നതാണെങ്കിൽ 2-3 ഗ്രോ ടിപ്സ് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. നടാനാണെങ്കിൽ ഒരു ഗ്രോ ടിപ്സ് മതി നമുക്ക് നടാൻ. അതിൽ നിന്ന് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് നമുക്ക് കിട്ടും. ഇതുപോലെ 2-3-4 ഗ്രോ ടിപ്സൊക്കെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചിലപ്പോൾ നമുക്ക് ട്യൂബേഴ്സിൻ്റെ ഒന്നിച്ച് തന്നെ റണ്ണേഴ്സും കിട്ടും. റണ്ണേഴ്സ് അന്ന് തന്നെ നമ്മൾ പോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ പോയി പോകും. ട്യൂബേഴ്സ് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും വെള്ളത്തിലിട്ട് വെക്കാം. ഇനി നമുക്ക് സെയിലിനായിട്ടുള്ള ആമ്പലുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ ആമ്പൽ കീലാർഗോ എന്ന് പറയുന്ന ആമ്പലാണ്. ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ആമ്പലും അവൈലബിൾ ആണ്. എല്ലാം ഫ്ലവറിങ് പ്ലാന്റാണ് ഇതിൻ്റെയൊക്കെ ഉള്ളത്. ഇത് ബുൾസൈ ആണ്. ബുൾസൈയുടെ ട്യൂബറും ഫ്ലവറിങ് പ്ലാന്റും അവൈലബിൾ ആണ്. സബ്സ്റ്റൂൺ ആണിത്. സബ്സ്റ്റൂണിൻ്റെ വലിയൊരു ഫ്ലവറിങ് പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് മഞ്ഞ ആമ്പലുകൾ. എല്ലാവരും എപ്പോഴും ചോദിച്ചു വരുന്നതാണ്. ഇത് ജുലങ്സാബ് എന്ന് പറയുന്ന ആമ്പലാണ്. ഈ ആമ്പലും അവൈലബിൾ ആണ് ഫ്ലവറിങ് പ്ലാന്റ്. പർപ്പിൾ കൊളറാട്ട എന്ന് പറയുന്ന ഈ ആമ്പലും ഇതേ സെയിം പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എപ്പോഴും പൂക്കൾ തരുന്ന ആമ്പലുകളാണ് ഇവയൊക്കെ. ഇനി അസാബാഡിൻ എന്ന് പറയുന്ന ആമ്പലാണിത്. അസാബാഡിൻ എന്ന് പറയുന്ന ആമ്പലും ഫ്ലവറിങ് പ്ലാന്റ് അവൈലബിൾ ആണ്. അടുത്തത് ചോമ്പു മോമു എന്ന് പറയുന്ന ആമ്പലാണിത്. ഇതും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് അവൈലബിൾ ആണ്. വളരെ ഭംഗിയുള്ള പൂവാണ് ചോമ്പു മോമു എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ശശിമോന്തൻ എന്ന് പറയുന്ന ആമ്പലാണിത്. ഇതും ഫ്ലവറിങ് പ്ലാന്റ് അവൈലബിൾ ആണ്. പൂവാഡോൾ എന്ന് പറയുന്ന ആമ്പലും അവൈലബിൾ ആണ്. ശശിമോന്തൻ്റെയും പൂവാഡോളിൻ്റെയും ഫ്ലവറിങ് പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ ഒരേ സമയം 3-4 പൂക്കൾ തരുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി ആമ്പലുകളാണ്. എന്ത് ഭംഗിയാണ് ഇതിൻ്റെയൊക്കെ പൂക്കൾ. മഞ്ഞ ആമ്പലുകൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അസാബാഡിനും അങ്ങനെ തന്നെയാണ്. 3-4 ഫ്ലവർ ഒരേ ടൈമിൽ നമുക്ക് കിട്ടും. ഇതിൽ ഞാൻ ഫ്ലവറിൻ്റെ പിക്ക് ഇട്ടിട്ടുണ്ട്. അടിപൊളി ഭംഗിയാണ് ഇതിൻ്റെയൊക്കെ പൂക്കൾക്ക്. നോക്കൂ, ഇതാ 4 ഫ്ലവർ ഒന്നിച്ച് വന്നതാ. വെയിലിന് കൊണ്ട് വാടി വീണു പോയതാ. എന്ത് ഭംഗിയാ പൂക്കൾക്ക്. ഇതും അവൈലബിൾ ആണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.